കഴിഞ്ഞ ദിവസം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിൻ്റെ തൊട്ട് മുൻപിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തൊട്ടപ്പുറം മറ്റൊരു ഗ്രൂപ്പും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ടേബിൾ 3 ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഇതൊന്ന് പാർസൽ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു. ആൾ ഫുഡ് കൊണ്ട് നേരെ പാർസൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നത് ആ സ്റ്റാഫ് അല്ലായിരുന്നു, മറ്റൊരു സ്റ്റാഫായിരുന്നു. ഇയാൾ നേരെ ടേബിളിൽ കൊണ്ടുവന്നു. ടേബിൾ 2 അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ പാർസലാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ നേരെ തിരിഞ്ഞ് ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് പോയ വ്യക്തിയോട്, ആ സ്റ്റാഫിൻ്റെ അടുത്ത് അങ്ങ് ചൂടായി. ടേബിൾ നമ്പർ മര്യാദയ്ക്ക് പറഞ്ഞു കൂടെടാ എന്ന് പറഞ്ഞൊന്ന് ചൂടായി. അതിനുശേഷം തിരിഞ്ഞ് അവരോട് സോറി പറഞ്ഞ് നേരെ ഇപ്പുറത്തെ ടേബിളിൽ കൊണ്ടുവന്ന് ഫുഡ് പ്ലേസ് ചെയ്തിട്ട് ആൾ തിരിച്ച് നേരെ കിച്ചണിലേക്ക് തിരിച്ചുപോയി. ഈ സമയത്ത് ഈ ടേബിൾ മാറിപ്പോയ ടേബിളിൽ ഇരുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഒരു വ്യക്തിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാഫ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ഇവിടെ കഴിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. ഈ ഒരു പിറുപിറുക്കൽ പയ്യൊന്ന് ഒച്ച കൂടി തുടങ്ങി. പിന്നെ അതൊരു ചൂടാവലിലേക്ക് മാറി. പിന്നെ അതൊരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ഈ സമയത്ത് ഫ്രണ്ട്സൊക്കെ കൂടെ ഒന്ന് ശ്രമിക്കുന്നുണ്ട്, ആളെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾ വഴങ്ങുന്നില്ല. എനിക്കിപ്പോൾ തന്നെ മാനേജറെ കാണണം, കാര്യം പറയണം, അവൻ്റെ പണി കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബഹളം അവിടെ വല്ലാണ്ടുണ്ടാവാൻ തുടങ്ങി. ഫ്രണ്ട്സ് എങ്ങനെയൊക്കെയോ ഇടപെട്ട് സംസാരിച്ച് സമാധാനപ്പെടുത്തി ആളെ അവിടെ നിന്ന് ബില്ല് പേ ചെയ്ത് അവർ നേരെ പുറത്തേക്ക് പോയി. ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു 80% വർക്ക് ചെയ്യുന്ന വ്യക്തികളും സ്റ്റുഡൻസാണ്. അതായത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സ്റ്റുഡൻസാണ്. ഇവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പാർട്ട് ടൈം ജോലിയുടെ ഒരു പ്രശ്നമുണ്ട്, സ്റ്റഡീസ് സംബന്ധമായ പ്രഷറുണ്ട്, പിന്നെ മാസാമാസമുള്ള റെൻറ്റ്, യൂട്ടിലിറ്റി തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ തലയിലൂടെ ഓടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റാഫുകളൊക്കെ ഈ പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നത്, അതായത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം ഈ ഒരു വ്യക്തി അവിടെ നിന്നുണ്ടാക്കിയ ആ ഒരു ദേഷ്യവും പൊട്ടിത്തെറിയും പിറുപിറുക്കലൊക്കെ. ഒരുപക്ഷെ ആ ഒരു പിറുപിറുക്കൽ കൂടി മാനേജറെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ ആ ഒരു സ്റ്റാഫിൻ്റെ ജോലി പോയാൽ പിന്നീട് ആൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥകൾ എന്തായിരിക്കുമെന്നും, പിന്നീട് ആൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്നും, പിന്നീട് മറ്റൊരു ജോലി കണ്ടുപിടിക്കുന്നിടം വരെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും എന്നുള്ളതൊന്നും, അതുമാത്രമല്ല ആൾ ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണ് എന്നതുപോലും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ആൾ ഇത്തരത്തിൽ കടന്ന് പൊട്ടിത്തെറിയുടെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന പടത്തിൽ ജോസൂട്ടിയുടെ അടുത്ത് ജോസൂട്ടിയുടെ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യം തോന്നത്തില്ല എന്ന്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൈഡിൽ നിന്നൊന്ന് ആലോചിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്രണ്ട്സ് അവിടെ ഇടപെട്ട് ആളെ കാം ഡൗൺ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക്, ചൂടായ വ്യക്തിക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു തെറ്റായി മാറിയേനെ ജീവിതത്തിൽ. പലപ്പോഴും നമുക്കും പറ്റിപ്പോകുന്ന ഒരു തെറ്റാണ് മറ്റുള്ളവരുടെ വശത്ത് നിന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇരിക്കുകയോ എന്ന് പറയുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്നതിന് മുമ്പേ ആ സാഹചര്യത്തെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആ ഫ്രണ്ട്സ് ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവിടെ അത്രയും വലിയൊരു ഇഷ്യൂ അവിടെ നിന്നൊന്ന് സോൾവ് ആയത്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ബിഫോർ യു റിയാക്ട്, ബിക്കോസ് എവറി ഡേ ലൈഫ് ടീച്ചേഴ്സ് എ ലെസൺ.